ക്രൂശിത വഴിയിലൂടെ 3-ാം ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും. തൻ്റെ പീഡാസനത്തിന് തൊട്ടു മുമ്പ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത പുതിയ കൽപ്പന. എന്നാൽ ഈശോയുടെ പീഡാസനത്തിൻ്റെ ആരംഭം തന്നെ വേദന നിറഞ്ഞതായിരുന്നു. സ്നേഹത്തെക്കുറിച്ചുള്ള വേദനയാണ് ഈശോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ഈശോയെ വിട്ടുപോയി. കൂട്ടത്തിൽ ഒരുവൻ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുത്തു. വളരെയേറെ വേദനയോടും സങ്കടത്തോടും കൂടിയാണ് യേശു ആ സംഭവത്തെ നോക്കിക്കണ്ടത്. ഒരു ശിഷ്യൻ അവസാനം വരെ നിഴൽ പോലെ ഈശോടൊപ്പം ഉണ്ടായിരുന്നു, പത്രോസ്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല കർത്താവേ എന്ന് 100 ആവർത്തി ഈശോയോട് ഉറപ്പിച്ചു പറഞ്ഞ പത്രോസ്. പക്ഷേ ശത്രുക്കൾ ഈശോയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പത്രോസിന്റെ ഉറയിൽ നിന്നും വാളൂരി അവനൊരുവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. ഹൃദയം പിളർന്നത് യേശുവിൻ്റെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വേദനിച്ചതും യേശു തന്നെയായിരുന്നു. കാരണം 1000 വട്ടം സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും യേശു അവരെ പഠിപ്പിച്ചിരുന്നു. അവസാനം വരെ തൻ്റെ കൂടെ നടന്നിട്ടും ക്രിസ്തു അറിയാത്ത ഒരു വാൾ പത്രോസിൻ്റെ ഉറയിലുണ്ടായിരുന്നു, ശത്രുവിന് എതിരെയുള്ള വാൾ. ക്രിസ്തു അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും. കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മഹനീയ മാതൃക ഈശോ നമുക്ക് കാണിച്ചു തന്നു. പിതാവേ, ഇവർ ചെയ്തതെന്ന് അവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാളും നമ്മുടെ ഉറയിൽ ഉണ്ടാകാതിരിക്കട്ടെ. ശത്രുവിനോടുള്ള വിരോധം അത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. പരസ്പരം മുറിയപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വരമാണ് ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്നത്. വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും പേരിൽ വൻമതിലുകൾ കെട്ടിപ്പിടിക്കുമ്പോൾ സ്നേഹിച്ചുകൊണ്ട് മുറിയപ്പെടുവാനും ത്യാഗം ഏറ്റെടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാനും നാം തയ്യാറാകുന്നുണ്ടോ? അതിരുകളില്ലാത്തതും പരിമിതികളില്ലാത്തതും വ്യവസ്ഥകളില്ലാത്തതുമായ സ്നേഹം കാൽവരിയുടെ നെറുകിൽ എത്തിച്ച കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയം ഈ നോമ്പുകാലത്ത് സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ. നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓർക്കാം ഈശോയുടെ പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം, വ്യവസ്ഥകളില്ലാതെ, പരിമിതികളില്ലാതെ, അതിരുകളില്ലാതെ. സ്തുതിയായിരിക്കട്ടെ.